കോഴിക്കോട് പുതുപ്പാടി സുബൈദ കൊലപാതകത്തിന് കാരണം മാതാവിനോടുള്ള പകയെന്ന് പ്രതിയുടെ മൊഴി. പലതവണയായി പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതും സ്വത്ത് വിൽപ്പന നടത്താത്തതുമാണ് പകയ്ക്ക് കാരണം. സുബൈദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട്ടിലാണ് നാടിന് നടുക്കിയ ആ കൊലപാതകം നടന്നത്. 25-കാരനായ പ്രതി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊതിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് വാക്കത്തി വാങ്ങി സ്വന്തം മാതാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ായ ആഷിഖ് നന്നേ ചെറുതായിരിക്കുമ്പോൾ തന്നെ പിതാവ് ഉപേക്ഷിച്ചു പോയതാണ്. പിന്നീട് സുബൈദ ഏറെ കഷ്ടപ്പെട്ടാണ് ഏക മകനെ വളർത്തിയത്. മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടെ മാതാവിനെ കാണാൻ എത്തിയപ്പോഴാണ് കൊലപാതകം. ഇവന് അകത്തുനിന്ന് വിട്ട സൗണ്ട് ഇട്ട് അടുത്തുള്ള വീട്ടുകാരൊന്നും അവരെ സൗണ്ട് ഇട്ടിട്ടാണ് ഞാൻ വരുന്നത്. വന്നപ്പോൾ ഇവൻ ജനൽ തുറന്നിട്ട് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ ഫുള്ള് രക്തമായിട്ട് നിൽക്കുക. പിന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് പൊടുവാളിലൊക്കെ നിറച്ച് ചോരയാണ്. അതുകൊണ്ട് പൈപ്പിൻ്റെ അടുത്ത് നിന്ന് കേക്കിയിട്ട് കത്തി അടച്ച് വീണ്ടും അത് ഡോറടിക്കുക ചെയ്തത്. ബ്രെയിൻ ട്യൂമറിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് സഹോദരിയുടെ പുതുപ്പാടിയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു 53-കാരിയായ സുബൈദ. ഇവിടെ എത്തിയാണ് ആഷിഖ് കൊല നടത്തിയത്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് വെട്ടുകത്തി വാങ്ങിയ ആഷിഖ് കൃത്യം നടത്തുകയായിരുന്നു. ദാമോദരട്ടൻ എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഈ വാക്കത്തി വാങ്ങിയത്. എന്നിട്ടും പിന്നെ എന്താണ് എന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം വന്ന് ചോദിച്ച സമയത്താണ് ഇവന് ഒന്നും മിണ്ടാതെ വളരെ മൗനം പാലിച്ച് നിൽക്കുകയും സക്കീല വന്ന് ജനലിൻ്റെ ഭിത്തിയിൽ കൂടി നോക്കുന്ന സമയത്താണ് ഈ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഈ സ്ത്രീയുടെ മൃതദേഹം കാണുന്നത്. അങ്ങനെ അട്ടഹസിച്ച് പരിസരവാസികളൊക്കെ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. കൊലപാതകത്തിന് കാരണം വൈരാഗ്യമാണെന്നാണ് പ്രതിയുടെ മൊഴി. പണം ആവശ്യപ്പെട്ടിട്ട് മാതാവ് പണം നൽകിയില്ല. സ്വത്ത് വിൽപ്പന നടത്താൻ ആവശ്യപ്പെട്ടപ്പോഴും അതും വിസമ്മതിച്ചു. ഇതോടെയാണ് കൊലപാതകം നടത്തിയത്. മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണമെന്ന് തവണ പലരോടായിട്ട് ഇവർ പോയി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള 2-3 അറ്റംപ്റ്റ് ഇവർ നടത്തിയിട്ടുണ്ട്. ഈ നേരത്തെ നടത്തിയിട്ടുണ്ട്. പോലീസ് അത് അതിൻ്റെ ഭാഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വസതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സുബൈദയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മാതാവിനോടുള്ള മുൻ വൈരാഗ്യമാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പല തവണകളായി ആവശ്യപ്പെട്ട പണം നൽകാത്തതും ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്ക് എത്തിച്ചതുമെല്ലാം ഈ വൈരാഗ്യം വർദ്ധിപ്പിച്ചു. സംഭവ സ്ഥലത്ത് നിന്നും പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24. നാട് വലിയ ഞെട്ടലിലാണ് ഈ സംഭവത്തിൽ പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ. ഒരു 25 വയസ്സും ഒരു 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള സിന്തറ്റിക് ലഹരിയിലേക്ക് പോവുകയും ഒരുപാട് പിള്ളേർ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരടക്കം ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. അതിനല്ല സ്വന്തം അമ്മേനെ കൊല്ലാൻ മടിയില്ലാത്ത രീതിയിലേക്ക് അത് വളരുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് എത്രത്തോളം അത് വിഷയമാകുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അറിയുന്നതാണ്. ഇവരിങ്ങനെ അവിടെ അങ്ങനെ ഗേറ്റൊക്കെ അടിച്ചു കൂട്ടി പോരും, അങ്ങനെ കിടക്കും. ആ ചെറുക്കനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകും. ആൾക്കാരോട് മിണ്ടൊന്നുമില്ല. പിന്നെ ആളാന്ന് പറഞ്ഞേരാണ് ഈ ചെറുക്കനാണെന്ന് നമ്മൾ അറിയുന്നത്. മേഖലയിൽ ലഹരി ഉപയോഗം സപ്ലൈ ചെയ്യലൊക്കെ ഉണ്ട് എന്നിങ്ങനെ കേൾക്കാറുണ്ട്. എങ്ങനെ അതൊക്കെ നിർത്തലാക്കുക? ഒരാൾ പോയിട്ട് നിർത്തലാക്കാനോ കഴിയില്ലല്ലോ. ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാലും വായനയുടെ അടിസ്ഥാനത്തിലും എല്ലാവരുടെയും എല്ലാം നമ്മൾ കൊടുത്തിരുന്നു. ആരും ഇതിന് ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. ഇങ്ങനെ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് ഇവരായിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അല്ല ഉണ്ടോ ഇല്ല എന്ന് കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല. ലഹരി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അത് കിട്ടാതിരിക്കാനുള്ള വഴി എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ട് ഇതിനെ തടയണം. എങ്ങനെയാണെങ്കിലും തടഞ്ഞ് ഈ സാധനം പിള്ളേർക്ക് കിട്ടാത്ത രീതിയിലാക്കിയെടുക്കണം. അപ്പോൾ അതാണ് പ്രദേശവാസികളുടെ പ്രതികരണം. അധികൃതർ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.